കാരുണ്യക്കടലായി ബിരിയാണി ചലഞ്ച്. വടക്കാഞ്ചേരി നഗരസഭ 13-ാം ഡിവിഷൻ കാഞ്ഞിരക്കോട് സ്വദേശിയായ 27-കാരന്റെ ചികിത്സാ സഹായത്തിനു വേണ്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെയും വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും സംയുക്ത നേതൃത്വത്തിൽ സംഘാടക സമിതി രൂപീകരിച്ച് ബിരിയാണി ചലഞ്ച് നടത്തിയത്. 1000-ലധികം ബിരിയാണിയാണ് ചലഞ്ചിലൂടെ വിൽപ്പന നടത്തിയത്. ചെട്ടിക്കുന്ന് വീട്ടിൽ രഞ്ജിത്തിനാണ് വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. ചികിത്സയ്ക്കായി നാളെ ഇതുവരെ 10 ലക്ഷത്തോളം രൂപ ചിലവായി. ഇനിയും പല മേജർ സർജറികളും ബാക്കിയാണ്. ലക്ഷങ്ങളാണ് ചിലവ് വരുന്നത്. നിർധന കുടുംബത്തിന് ഒരു കൈത്താങ്ങൊരുക്കാൻ 13-ാം ഡിവിഷൻ കോൺഗ്രസ് കമ്മിറ്റിയും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും നടത്തിയ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണെന്ന് ബിരിയാണി വിതരണം ഉദ്ഘാടനം ചെയ്ത നഗരസഭാ പ്രതിപക്ഷ നേതാവും DCC ജനറൽ സെക്രട്ടറിയുമായ ശ്രീ കെ അജിത് കുമാർ പറഞ്ഞു. ബൂത്ത് പ്രസിഡന്റ് ശശിമാഷ് അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബിജു ഇസ്മായിൽ, AH സുലൈമാൻ, ജയ്മോൻ, ശശി മംഗലം, ബാബുരാജ് കണ്ടേരി, ഗഫൂർ, സലീഷ് അഗമല, രാജീവ് അഗമല തുടങ്ങി കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒട്ടനവധി നേതാക്കളും പ്രവർത്തകരും സന്നിഹിതരായിരുന്നു. വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് 13-ാം ഡിവിഷൻ കോൺഗ്രസ് കമ്മിറ്റി നടത്തുന്നത്. ഇതിനു മുമ്പ് ഇതിലും വലിയ രീതിയിൽ 10-35 ലക്ഷം രൂപ ആവശ്യമുള്ള ഒരു ചികിത്സയ്ക്ക് സഹായത്തിനായിട്ട് അവർ മടിച്ചു നിന്ന സമയത്ത് സഹായഹസ്തവുമായി എത്തുകയും വലിയൊരു സംഖ്യ ബിരിയാണി ചലഞ്ചിലൂടെ കൊടുക്കാനും കഴിഞ്ഞ ആളുകളാണ് അവർ. എന്തായാലും ഇപ്പോൾ ഇത് രണ്ടാമത് വീണ്ടും രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു പാവം ചെറുപ്പക്കാരെ ആക്സിഡൻറ്റിൽ പരിക്കുപറ്റി കിടക്കുന്ന ആളുടെ ചികിത്സയ്ക്കായിട്ടാണ് വീണ്ടും. ജീവകാരുണ്യ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ജീവകാരുണ്യ പ്രവർത്തനം കൂടിയാണ് എന്ന് ഈ 13-ാം ഡിവിഷനിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ തെളിയിച്ചിരിക്കുകയാണ്. ഇത് മറ്റുള്ള സ്ഥലങ്ങളിലെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾക്കൊക്കെ വലിയൊരു മാതൃകയാണ് ഇവരുടെ പ്രവർത്തനം. അതെല്ലാവരും ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവരുടെ ഈ നല്ല പ്രവർത്തനത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു.